ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് അകം എന്ന സ്ഥലത്താണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പാങ്കോങ് ലേക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ യാത്രയിൽ ഡെസ്റ്റിനേഷനേക്കാൾ വലിയ ചലഞ്ച് അതിലേക്കുള്ള വഴിയാണ്. ഈ ലഡാക്ക് യാത്രയിലെ ഏറ്റവും കഠിനമായ റൂട്ടുകളിൽ ഒന്നാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. സ്വർഗം പോലെയുള്ള കാഴ്ചകളും ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ യാത്രയെ എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാവുന്ന വഴികളും. കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, ലെറ്റ്സ് റൈഡ്. ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ റൈഡ് തുടങ്ങിയത്. കാരണം അകം പാങ്കോങ് റൂട്ടിൽ ഒരുപാട് റിസ്കുകളുണ്ട്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ കഴിയുന്നതും രാവിലെ തന്നെ ഇറങ്ങുന്നതാണ് നല്ലത്. ഈ റൂട്ടിലും ഷോക്ക് റിവർ വാട്ടർ ക്രോസിംഗ്സ് ഉണ്ട്. അത് ഇന്നലത്തെ പോലെ അത്ര സിമ്പിൾ ആയിരിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3-4 മണിയോടെ വാട്ടർ ക്രോസിംഗ് ശരിക്കും ഒരു ടാസ്കായി മാറും. അതുകൊണ്ട് രാവിലെ എത്ര നേരത്തെ ഇറങ്ങുന്നോ അത്രയും നല്ലത്. ഉച്ചയാകുമ്പോഴേക്കും ഗ്ലേഷ്യർ ഒരുക്കി ഷോക്ക് റിവറിലെ വെള്ളം കൂടും. അങ്ങനെ ഷോക്ക് റിവറിന്റെ വാട്ടർ ലെവലും കൂടും. ഗൈസ്, ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം നടന്നു കേട്ടോ. മുന്നിൽ കുറേ ഷൂട്ടിംഗ് സ്റ്റോൺസ്. ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മുന്നിലേക്കാണ് കുറേ കല്ലുകൾ വീണത്. തലനാരിഴക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി. നോക്കിയോ, ഈ റോഡിൽ കിടക്കുന്ന കല്ലുകളെല്ലാം മലമുകളിൽ നിന്ന് വീണതാണ്. അതുകൊണ്ട് ഇവിടെ റൈഡ് ചെയ്യുമ്പോൾ സ്പീഡല്ല വേണ്ടത്, ശ്രദ്ധയാണ്. ഇവിടെ പ്രകൃതി എപ്പോൾ എന്ത് സർപ്രൈസ് തരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വൺ സീൻ കേട്ടോ. ഇവിടെ കല്ല് വീണോണ്ടിരിക്കുക മലയിന്ന്. നമ്മുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കാറിൻ്റെ ബാക്ക് ഗ്ലാസ്സിലൊക്കെ കല്ല് വീണ് ഗ്ലാസ്സൊക്കെ പൊട്ടി. ഫ്രണ്ടിൽ അതിൻ്റെ തൊട്ട് എന്നെ ഓവർടേക്ക് ഇപ്പോൾ ചെയ്ത ഒരു ഹിമാലയൻ 450 ബൈക്ക് എന്നെ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു. പുള്ളിയുടെ മേത്ത് വീണെന്ന് തോന്നുന്നു. All good? वो अटक गया, पीछे रिवर्स ले रहा था, मैं कहाँ से रिवर्स खींचेगा? I was on a slope. They broke the glass, no? Yeah. It was small stones, right? Sorry? It was small stones, right? No, it was big. I got hit by one also. Oh, man. Yeah. Anyways. കല്ല് വീണത് ഞാൻ അതുകൊണ്ട് നിർത്തിച്ചു. ഒറ്റ ബൈക്ക് പോകാൻ പറഞ്ഞത്, മനസ്സിലായോ? കാരണം പെട്ടെന്ന് റിവേഴ്സ് എടുക്കാൻ പറ്റില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതിനാ. ഈ പുള്ളിയുടെ മേത്തൊക്കെ കല്ല് വീണു, എൻ്റെ ഫ്രണ്ടിലൊക്കെ വീണു. ഷോക്ക് റിവറിനെ ചുറ്റിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര മുഴുവൻ. ഉച്ച കഴിഞ്ഞാൽ ചെറിയ വാട്ടർ ക്രോസിങ്ങുകൾ പോലും നമ്മുടെ ബൈക്കിന്റെ പാതി ഹൈറ്റ് വരെ എത്തുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. നമുക്ക് എന്താണ് മുന്നിൽ കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയാം. ഈ റൂട്ടിൽ ഒരു ആർമി കഫേ ഉണ്ട്. കുറച്ചു നേരം റെസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിർത്തി ഫ്രഷ് ആയിട്ട് യാത്ര തുടരാം. ഈ ബ്ലൈൻഡ് കോർണേഴ്സിലും വളവുകളിലുമൊന്നും ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. അതുപോലെ സ്റ്റണ്ടോ സർക്കസോ ഒന്നും കാണിക്കാനും ശ്രമിക്കരുത്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. സോ റെസ്പെക്ട് ദ നേച്ചർ, കീപ് യുവർ ലെയിൻ ആൻഡ് റൈഡ് സേഫ്. എന്തൊരു കൂട്ടമുണ്ടല്ലോ, ആൾക്കൂട്ടം. ചിലപ്പോൾ റിവർ ക്രോസിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അറിയില്ല. പോയി നോക്കാം. യെസ്, അങ്ങനെ ആദ്യത്തെ വാട്ടർ ക്രോസിംഗ് എത്തി. ക്യാമറയിൽ ഇതിൻ്റെ ഡെപ്തും കറണ്ടും അത്ര ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് മുകളിലായി പിന്നിൽ നിന്നെടുത്തൊരു വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
ഈ വാട്ടർ ക്രോസിംഗിന്റെ യഥാർത്ഥ ഡിഫിക്കൽട്ടി എന്താണെന്ന് ഈ 2 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കേറ്. ഓ മൈ ഗോഡ്, ഈ സാധനം അത്ര സിമ്പിൾ അല്ല. முன்னாடி ഈ ഷോക്ക് റിവറും ഈ വാട്ടർ ക്രോസിങ്ങുകളും പെട്ടെന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 2-2.5 മണിക്കൂറായിട്ട് ഷോക്ക് റിവറിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഫൈനലി റോഡെത്തി. സത്യത്തിൽ ഈ ഒരു സ്ട്രെച്ച് തീർന്നപ്പോൾ കിട്ടിയ ആ റിലീഫ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ലഡാക്ക് ട്രിപ്പിൽ ഇതുവരെ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നായിരിക്കും ഇത്. ഈ കാണുന്ന കല്ലുകളൊക്കെ മലമുകളിൽ നിന്ന് അടർന്നു വീണവയാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് എത്രത്തോളം റിസ്കിയാണെന്ന് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച് സുരക്ഷിതമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ പ്രധാനം സുരക്ഷിതമായി എത്തിച്ചേരുന്നതാണ്. പാങ്കോങ് ഉംലിംഗ്ല റൂട്ടിലെ ലാസ്റ്റ് പെട്രോൾ ബങ്ക് ഉള്ളത് താങ്സെ എന്ന സ്ഥലത്താണ്. ഈ റൂട്ടിൽ വരുന്നവർ താങ്സയിൽ നിന്ന് പെട്രോൾ ഫുള്ളാക്കാൻ മറക്കരുത്.
ബൈക്കിലും ഫ്യൂൽ ക്യാനിലും എല്ലാം ഫുള്ളാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകുക. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പും താങ്സയിലാണ്. വീണ്ടും നമ്മൾ ഹൈവേ കണക്ട് ചെയ്തു. താങ്സി എത്താറായെന്നാണ് തോന്നുന്നത്. പാങ്കോങ് റൂട്ടിലേക്ക് കയറണമെങ്കിൽ താങ്സെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യണം. ഇതാണ് നൂബ്ര പാങ്കോങ് ഉംലിംഗ്ല റൂട്ടിലെ ലാസ്റ്റ് പെട്രോൾ ബങ്ക്. സോ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഉംലിംഗ്ലയിലേക്ക് പോകുന്നവർ, ഇവിടുന്ന് പെട്രോൾ ഫുള്ളാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. പെട്രോളൊക്കെ ബൈക്കിലും ഫ്യൂൽ കാനിലും ഫുള്ളാക്കി കഴിഞ്ഞു. ഇനി നേരെ പാങ്കോങ് ലേക്കിലേക്ക്. ഇവരാണ് കേട്ടോ ഹിമാലയൻ മോർമോട്ട്സ്. ഈ റൂട്ടിൽ വന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെ കാണാം. വളരെ റെയറായ ഒരു സ്പീഷീസാണ് ഹിമാലയൻ മാർമോട്ട്സ്. ഈ പ്രദേശത്താണ് ഇവയെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഞാൻ സൂം ചെയ്തെടുത്ത വീഡിയോ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. എന്റെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഒരു പ്രാണി കയറിട്ടോ. അത് എടുത്തു കളയാനായിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ആ നേരം കൊണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പാങ്കോങ്ങിലേക്ക് പോയി. ഞാനിപ്പോ ഒറ്റക്കാണ് റൈഡ് ചെയ്യുന്നത്. അങ്ങ് ദൂരെ പാങ്കോങ്ങിലേക്ക് കാണാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആദ്യ കാഴ്ച തന്നെ മനസ്സ് നിറക്കുന്നതാണ്. ഒറ്റക്കായതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചാണ് ഞാനിപ്പോൾ റൈഡ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി. ഗൂഗിൾ മാപ്പ് എന്നെ തെറ്റായ വഴിയിലേക്കാണ് കൊണ്ടുപോയത്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് സിവിലിയൻ എൻട്രി ഇല്ലാത്ത ഒരു ഏരിയയിലേക്കാണ് ഞാൻ കയറിയതെന്ന് മനസ്സിലായത്. ഭാഗ്യത്തിന് പിന്നിൽ നിന്ന് വന്ന ഒരു ആർമി ട്രക്കിലുണ്ടായിരുന്ന ഒരു മലയാളി ജവാൻ എന്നെ വിളിച്ച് ശരിയായ വഴി പറഞ്ഞു തന്നു. പുള്ളി ഒരു കോട്ടയംകാരനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെ കാണും. അതാണ് നമ്മുടെ മലയാളി പവർ. Kerala. Kerala. Boleh. Kerala. इतना दूर आ गया। ഫൈനലി പാങ്കോങ് സോ അഥവാ പാങ്കോങ് ലേക്കിലെത്തി. നിങ്ങൾ ആദ്യം ഈ ലേക്കിന്റെ വ്യൂ ഒന്ന് കാണൂ. എന്നിട്ട് നമുക്ക് പാങ്കോങ് ലേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം.
അങ്ങനെ പാങ്കോങ് ലേക്കും കണ്ട് നമ്മൾ നേരെ ചുഷുളിലേക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സാൾട്ട് വാട്ടർ ലേക്കുകളിൽ ഒന്നാണ് പാങ്കോങ് ലേക്ക്. ഏകദേശം 134 കിലോമീറ്റർ നീളമുള്ള ഈ തടാകത്തിന്റെ 40% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ബാക്കി 60% ഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ടിബറ്റിന്റെ ഭാഗമാണ്. ഇന്ത്യ ചൈന LAC ഈ തടാകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാങ്കോങ് ലേക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ലേക്കിന്റെ കളർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സൂര്യപ്രകാശവും ഇവിടുത്തെ തെളിഞ്ഞ അന്തരീക്ഷവുമാണ് അതിന് കാരണം. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ, ആഷ് ഇങ്ങനെ പല നിറങ്ങളിലാണ് പാങ്കോങ് ലേക്ക് കാണാൻ കഴിയുക. സാൾട്ട് വാട്ടർ ആയതുകൊണ്ട് ഇവിടെ മത്സ്യങ്ങളോ മറ്റു ജലജീവികളോ ഇല്ല. ഈ ലേക്ക് കൂടുതൽ പ്രശസ്തമായത് 3 Idiots എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഇവിടെ ചിത്രീകരിച്ചതിന് ശേഷമാണ്. ഇനി പോകുന്ന വഴിയിൽ നമ്മൾ പാങ്കോങ് ലേക്കിനെ ഫോളോ ചെയ്താണ് യാത്ര. കിലോമീറ്ററുകളോളം ഈ തടാകം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ശരിക്കും സ്വർഗത്തിലെ തടാകം എന്ന് വിളിച്ചാൽ പോലും അതിശയോക്തി ആകില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കടലാണെന്ന് തന്നെ തോന്നിപ്പോകും. ഇവിടെ ടെന്റ് ക്യാമ്പിങ്ങും ഹോം സ്റ്റേയും ഉൾപ്പെടെ നിരവധി സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഇന്ന് നമ്മുടെ ലക്ഷ്യം ചുഷുൾ വരെ എത്തുക എന്നതാണ്. അങ്ങനെ പാങ്കോങ് ലേക്കിനെ പിന്നിലാക്കി നമ്മൾ ചുഷുളിലെത്തി. ഇന്ത്യ ചൈന ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ചുഷുൾ. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശം കൂടിയാണിത്. ഇന്നത്തെ സ്റ്റേ ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചിയാണ് കേട്ടോ ഈ ഹോം സ്റ്റേയുടെ ഓണർ. നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. സോ ഇന്നത്തെ ദിവസം ശരിക്കും സ്വർഗവും നരകവും ഒരുമിച്ച് കണ്ട ദിവസം. ഷൂട്ടിംഗ് സ്റ്റോൺസ്, ഷോക്ക് റിവർ വാട്ടർ ക്രോസിംഗ്സ്, ഓരോ നിമിഷവും നമ്മളെ പരീക്ഷിച്ച ഒരു യാത്ര. ലഡാക്കിൽ ഇതുവരെ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നിനെ പിന്നിട്ട് ഞങ്ങൾ സുരക്ഷിതമായി ഇവിടെ എത്തി. പക്ഷേ ഈ യാത്ര ഇതോടെ അവസാനിക്കുന്നില്ല. കാരണം നാളെ നമ്മളെ കാത്തിരിക്കുന്നത് ഉംലിംഗ്ലെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോർബിൾ പാസ് എന്ന ആ സ്വപ്നയാത്ര നാളെ തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ജഷീം സൈനിങ് ഓഫ്.